നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എങ്ങനെയുണ്ട് ഇപ്പോ? ഓക്കേ അല്ലേ? ഐ എം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. ഒരു കുഴപ്പമില്ല. ഡോക്ടറല്ലേ എന്നെ നോക്കുന്നേ, പിന്നെ എന്ത് കുഴപ്പം വരാനാ? ഈ ചോദ്യം എന്റെ ഒരു കടമയാ. പണ്ട് അച്ഛൻ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിന് എല്ലാവരെയും തൊടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരെ തൊടാനും ആശ്വസിപ്പിക്കാനും ഒക്കെ വേണ്ടിയാണ് ഈ ഡോക്ടർമാരുള്ളതെന്ന്. അത് കൊള്ളാം. ഡോക്ടറെ, ആ ദേവിക കാണുമ്പോ എന്തോ ഒരു അടുപ്പം തോന്നുക. ഹൃദയത്തിനൊരു പടപടപ്പ് പോലെ. കാണാൻ കൊള്ളാവുന്ന പെമ്പിളരെ കാണുമ്പോ ഹൃദയം അങ്ങനെ പിടിക്കുന്നത് അത്ര നല്ല ശീലമൊന്നും അല്ല കേട്ടോ. അയ്യോ ഡോക്ടറെ, അങ്ങനൊരു അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എന്തോ ഒരു മുജന്മ ബന്ധം കിടക്കുന്ന പോലെ എനിക്ക് തോന്നുക. അത് ചില ആൾക്കാരോട് നമുക്ക് അങ്ങനെ തോന്നും. ചില സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോ നമുക്കങ്ങനെ തോന്നാറില്ലേ? ആദ്യമായി നമ്മൾ വന്ന സ്ഥലമാണെങ്കിലും പണ്ടെപ്പോഴോ നമ്മളിവിടെ വന്നിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ട സ്ഥലമല്ല ഇത് എന്നൊക്കെ അതുപോലെ കണ്ടാ മതി. എന്തായി കല്യാണാലോചനകളൊക്കെ? ഇടയ്ക്ക് വിളിച്ചപ്പോ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ തകൃതിയിൽ നടക്കുന്നു. ഇനി ഈ ഹൃദയം കൂടി അടിച്ചു പോകുന്നതിന് മുൻപ് എന്റെ കല്യാണം കാണണമെന്നായിരിക്കും വീട്ടിലെല്ലാവരുടെയും ആഗ്രഹം. അവർക്ക് എന്നോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഈ ഹൃദയം അങ്ങനൊന്നും അടിച്ചു പോവില്ല. ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ട ആളിന്റെ ഹൃദയം ഇത്. എന്തായാലും ഉടൻ കല്യാണം നടക്കും തോന്നുന്നില്ല. കാരണം ഈ പെൺവീട്ടുകാരെ നോക്കുമ്പോഴേ ഈ ഹൃദയം മാറ്റിവെച്ചവന് വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ. അങ്ങനൊരു അനുഭവം ഉണ്ടായി. അതേക്കുറിച്ച് ഞാൻ ഡോക്ടറോട് പിന്നീട് വിശദമായിട്ട് പറയാം. ഏയ്, അങ്ങനൊന്നും കരുതണ്ട. ആരുടെ ജീവനാ ഈ ലോകത്ത് ഗ്യാരണ്ടി ഉള്ളത്? നമ്മളിടുന്ന ഒരു ചെരുപ്പിന് പോലും ഗ്യാരണ്ടിയും വാറണ്ടിയും ഒക്കെ കിട്ടും. പക്ഷേ മനുഷ്യജീവന് മാത്രം അതില്ല. അതുകൊണ്ട് അതേപ്പറ്റി ഒന്നും ചിന്തിക്കേണ്ട. നന്നായിട്ട് ഭക്ഷണം കഴിച്ച് കൃത്യസമയത്ത് മെഡിസിൻ കഴിച്ച് നന്നായിട്ട് ഉറങ്ങുക, അത്രേ ഉള്ളൂ. ഡോക്ടർ, സിദ്ധു സാറിന് കൗൺസിലിംഗിന് സമയമായി. സിദ്ധു ചെല്ല്, കൗൺസിലിംഗ് കഴിഞ്ഞു വന്നാൽ മതി. ശരി ഡോക്ടറെ. മനോഹരേട്ട, ശരത്തെപ്പോ വരുന്ന നീ മോളോട് ചോദിക്ക്. മനോഹരേട്ട, നിന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞേ? നിത്യേ, നിത്യേ, എന്നെ വിളിച്ചായിരുന്നോ? ആദ്യം നീ ആ ചെവി ഇരിക്കുന്ന കുന്തം എടുത്ത് മാറ്റ്. എന്താ അമ്മേ? ശരത്തെപ്പോ വരും? വന്നോണ്ടിരിക്കുവാ. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. എന്തിനാടാ ശരത്തിനെ അന്വേഷിക്കുന്നത്? എന്തായാലും കാര്യമുണ്ടോ നമ്മ കൂട്ടിക്കോ. എന്താ അച്ഛാ കാര്യം? ശരത്തിനോട് പറയാനുള്ള കാര്യം ഞാൻ ശരത്തിനോടല്ലേ പറയേണ്ടത്, അല്ലാതെ നിന്നോടല്ലല്ലോ. ശരത്ത് വരുമ്പോ എനിക്കൊരു കാര്യത്തിന്റെ സത്യാവസ്ഥ ചോദിച്ചറിയാനുണ്ട്. ഞാനത് ചോദിക്കുമ്പോ എല്ലാവരും ഇവിടെ കാണണം. എന്താടി? മോളെ, മോള് ഇവിടെ ഉണ്ടാവണം. ശരത്തേട്ടാ, അച്ഛൻ ഇത്തിരി ഗൗരവത്തിലാ. ശരത്തേട്ടനോട് എന്തോ ചോദിക്കാനുണ്ടെന്ന്. എന്ത് ചോദിക്കാൻ? അതൊന്നും പറഞ്ഞില്ല. അതിനെന്താ, ഞാൻ അകത്തേക്ക് വരുമല്ലേ, ചോദിക്കുമ്പോ കേൾക്കാമല്ലോ.
അല്ല, എല്ലാരും ഉണ്ടല്ലോ. എന്തു പറ്റി? ശരത്തെ, വളച്ചു കെട്ടാത്ത കാര്യത്തിലേക്ക് വരാം. ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ട് മറുപടി പറയണം. അച്ഛൻ ചോദിക്കേ, ഞാൻ സത്യമേ പറയാറുള്ളൂ. ശരത്ത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു കോൺട്രാക്ടർ രാമേന്ദ്രന്റെ വീട്ടിൽ പോയിരുന്നു. അല്ലച്ചാ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ ശരത്തെ. പോയിരുന്നോ ഇല്ലയോ? പോയിരുന്നു. അയാളുടെ മകളെ പെണ്ണ് കാണാനല്ലേ പോയത്? അതെ. അപ്പൊ നിത്യയുടെ കാര്യം? അച്ഛാ, അയ്യോ, അച്ഛൻ എന്തൊക്കെയാ ധരിച്ചു വെച്ചിരിക്കുന്നത്? അച്ഛാ, ഞാൻ ആ വീട്ടിൽ പോയിരുന്നുള്ള നേരാണ്. അതൊരു പെണ്ണ് കാണൽ ചടങ്ങുമായിരുന്നു. എന്റെ ഒരു ഫ്രണ്ടിന് കൂട്ടുപോയതാ ഞാൻ. കഷ്ടകാലത്തിന് അവന്റെ പേര് ശരത് തന്നെ. ശരത് കുമാർ. തമിഴ്നാടൻ ശരത് കുമാർ ആയിരിക്കും അല്ലേ? അല്ല, അദ്ദേഹവും മികച്ച നടനാണേ. ഇതേ ഞങ്ങളുടെ കുടുംബകാര്യമാ, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. അത് പറയാൻ നീ ആരാ? ദേവിക ഈ വീട്ടിലെ മൂത്ത കുട്ടിയാ, സുധിയുടെ പെണ്ണ്. അഭിപ്രായം പറയാനുള്ള എല്ലാ അവകാശവും അധികാരവും ദേവികയ്ക്കുണ്ട്. അതെ, മൂത്ത നരച്ച് ഞാൻ ഒരുത്തി ഇവിടെ നിൽപ്പുണ്ട്. ഇനി എനിക്ക് എന്തെങ്കിലും മൊഴിയാവോ? അയ്യോ, തൽക്കാലം അമ്മ ഇപ്പൊ മൊഴിയണ്ട. ശരത്ത് മൊഴിയട്ടെ, അത് കഴിഞ്ഞ് അമ്മയ്ക്ക് മൊഴിയാം കേട്ടോ. അച്ഛാ, ഞാൻ പറഞ്ഞത് സത്യം. എന്റെ ഫ്രണ്ടിന്റെ കൂടെയാ ഞാൻ പോയത്. പിന്നെ ഇക്കാര്യം ഞാൻ നിത്യയോട് പറഞ്ഞിട്ടാ പോയത്. അല്ലേ അച്ഛൻ ചോദിച്ചു? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു അച്ഛാ, എന്നോട് പറഞ്ഞിരുന്നു അച്ഛാ. നിത്യയോട് കള്ളം പറഞ്ഞതാണെങ്കിലും നിങ്ങൾ ആരാ ഇതിൽ അഭിപ്രായം പറയാൻ? എന്റെ ഭർത്താവാകാൻ പോകുന്ന ആള് എന്നോട് സത്യേ പറയൂ. അതിന് ഭർത്താവില്ലാത്ത നിങ്ങൾ അസൂയപ്പെടണം. അതിലിടന്ന് സംസാരിച്ചാലേ ആടിച്ചതിന്റെ മനോഹര, അവള് പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അയ്യോ, എന്റെ അമ്പലക്കാവിലെ അമ്മേ, വീട്ടിൽ ഒരു ഏഷണക്കാരി ഉണ്ടെന്ന് കരുതി മറ്റുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ വയ്യെന്നായോ? അമ്മ ഇക്കാര്യത്ത് ദേവികയുടെ തലയിലോട്ട് കയറണ്ട. ഇന്നലെ വീട്ടിൽ വന്നില്ലേ എന്റെ കൂട്ടുകാരൻ, കല്യാണം വിളിക്കാൻ വന്നില്ലേ, അവൻ പറഞ്ഞറിഞ്ഞതാ. അച്ഛൻ പിന്നെ മരുമകളുടെ പക്ഷത്തല്ലേ നിൽക്കൂ.